ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഒമ്നിസോണിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അത്രയും വലിയ എക്സ്പേർട്സ് ഒന്നുമില്ല വ്ളോഗിങ്ങിൽ, കുറേ തെറ്റും പിഴവുകളും ഒക്കെ കാണും, എല്ലാം ക്ഷമിക്കാം. നമുക്ക് വേറെ ആദ്യത്തെ നമ്മുടെ എന്താ സ്റ്റാർ ഓഫ് ദ ഡേ പരിചയപ്പെടാം. നമ്മുടെ ബർത്ത്ഡേ. അപ്പം ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, November 1st, സൺഡേ കൂടെയാണ്. സോ ഞങ്ങളൊരു ചെറിയ ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് കോട്ടയം അമലുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അതെ, കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ഔട്ടിംഗ് ആണ്. അതെ, ഇപ്പൊ ഒത്തിരി മാസമായി ഇവരെല്ലാം തമ്മിൽ ഒരുമിച്ചൊരു ശരിക്കും ഇന്നൊരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിനെ പറ്റി ഒന്നും പറയണ്ട, കുറെ റീസൺ കാരണം ട്രിപ്പ് ക്യാൻസൽ ആയി. നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് ആയിട്ട് അങ്ങ് ഒതുക്കി. നല്ല ബോറായിട്ടുണ്ട്. നമ്മളങ്ങനെ അമൃതനെ റിസീവ് ചെയ്യണോ ഫസ്റ്റ് ആളിന്? ഇപ്പൊ വരും അമൃത്. തുറന്നു വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അമൃത്. അമർ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ. ചോദിച്ചു മേടിക്കാം ബർത്ത്ഡേ വിഷ്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. വീട്ടിൽ തന്നെയാണ് സ്ട്രൈറ്റ് ആണോ? വീട്ടിൽ തന്നെയാണ് ഇരിക്കണേ. പിന്നെ എന്താ ഒന്നും നമ്മൾ എത്ര നാളല്ലേ കണ്ടിട്ട്? കിട്ടത്തില്ല. ഒക്കെ ചെയ്യാൻ വേണ്ടി 4 ബോളിൽ ഇങ്ങനെ പെട്ടി എന്നാ 4 ബോൾ അകത്തല്ല ഇരിക്കണേ. 4 ബോളിന്റെ ഉള്ളിലായിരുന്നു. പിന്നെ വേറെ എന്താ, വേറെ ഇപ്പം ഞാൻ റിലേഷൻ ആയി 2 മാസം. 2 മാസമായിട്ട് റിലേഷനിലായി. ഇത് യൂട്യൂബില് പോകേണ്ട അപ്പൊ റിലേഷൻ ആയതേ ഉള്ളൂ, ആരാണെന്നും പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് ജഫീനയുടെ വീട്ടിലോട്ട് പോവാ. ജഫീനെ പിക്ക് ചെയ്യണം. അപ്പൊ നമ്മള് ജഫീനയുടെ വീട്ടില് കയറാൻ പോവാണ്. അങ്ങനെ നമ്മള് കൊറേ നാൾക്ക് ശേഷം ഇവിടെ കാണുന്നത്. എല്ലാരും ഞങ്ങൾ ജഫീനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ബാക്ക് ഇനി എന്താ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. എവിടെ പോകണം?
എവിടെയെങ്കിലും പോവാം. എവിടെയെങ്കിലും എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ഹലോ. അപ്പൊ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയേക്കുവാണ് ഒരു പ്ലേസിൽ. ഇത് എന്താ സ്ഥലത്തിന് പേര്? കാവാലിപ്പുഴ കടവ്. ഇവിടെ ഇപ്പൊ മിനി ബീച്ച് എന്നാണ് ഈ പ്ലേസിനെ പറയുന്നത്. എന്താ സംഭവം നമുക്ക് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്ലേസിനെ പറ്റി? ശരിക്കും ഇങ്ങനെ ഒരു പ്ലേസ് ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയത്തില്ലല്ലേ? സൂപ്പറാണ്. ഒരു വലിയ ട്രിപ്പിംഗ് സ്പോട്ട് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന്, ഒരു വീക്കെൻഡ് ഔട്ടിങ്ങിന് പറ്റിയൊരു സ്പോട്ടാണ്. 1 or 2 hours സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്ലേസ്. നല്ലൊരു ക്ലൈമറ്റ് ആണ്, നല്ല ചില്ലായിട്ടിരിക്കുകയാണ്. പക്ഷെ ശരിക്കും നമ്മൾ മിസ് ചെയ്തല്ലേ ആ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാറുണ്ട്, വെള്ളത്തിൽ ചാടാൻ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇനി പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. ഇന്ന് അമലുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്നാൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു പരിപാടി, ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചാണ് പ്ലാൻ ചെയ്തിരുന്നത്. ലഞ്ചിനുള്ള ടൈം കിട്ടാതെ എത്ര മണി? ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഡിന്നർ സെറ്റപ്പിൽ നമുക്ക് എവിടെന്നെങ്കിലും അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണം. അത് പറഞ്ഞപ്പോൾ അതാണ് ഇവിടെ ബാക്കിൽ 2 ആൾക്കാരുണ്ട്, ഒരു അനക്കമില്ല. പറ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗം? ചുമ്മാ ഒരു കുറച്ച് നേരം ഒരു മണിക്കൂറൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. അപ്പോൾ അടുത്ത നമ്മൾ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, അതും ഒരു പ്ലാനും ഇല്ല. നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോവുകയാണ്. അടുത്ത എന്തെങ്കിലും ഒരു ഫുഡ് റിലേറ്റഡ് എന്തെങ്കിലും. ഓക്കെ ബൈ. ചെറിയൊരു ഫുഡ് ഉണ്ട്. പീസ് ഔട്ട്.
പരിപാടി തീർന്ന് ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും വരണം, മസ്റ്റ് ട്രൈ. അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. അടിപൊളിയാ. പേര് കൂടെ കൊക്കോ കോട്ടയം. കോട്ടയം കമ്പനി. നല്ല ഡിഫറെന്റ് ഫ്ലേവറും കുറെ കാര്യങ്ങളാണ്. നമുക്ക് റെക്കമെൻഡ് ചെയ്തതുണ്ട് ജഫീന, അമൃത്, പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ടായ അമൃത അജി. അവൾക്കാണ് സ്പെഷ്യൽ താങ്ക്സ് ഈ റെസ്റ്റോറൻറ്റ് റെക്കമെൻഡ് ചെയ്തത്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഫുള്ള് വൈകിട്ട് വീട്ടിൽ പോയി. ഇപ്പം തന്നെ ലേറ്റ് ആയി. ചെറിയൊരു ഔട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഒരു ഡേ ഫുള്ള് നമ്മൾ എടുത്തല്ലേ. പക്ഷെ എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു. സൂൺ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒമ്നിസോൺ നമ്മൾ കൂടുതൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. പീസ് ഔട്ട്.